ഇപ്പൊ നാടകത്തിൽ നിന്ന് സേവരേട്ടം വന്ന പോലെ തന്നെ നാടകത്തിന് ശേഷം NF നേരെ ഓടിച്ച് നേരിട്ടുള്ളത് മിമിക്രി എന്ന് പറയുന്ന പ്രദേശത്താണ്. അവിടെ ഈ പറഞ്ഞ പോലെ മറ്റു നടന്മാരൊന്നും അനുകരിച്ചിട്ടില്ലെങ്കിലും അനൗൺസ്മെന്റ് എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് പല കാസറ്റുകളുടെയും തുടക്കത്തിൽ വളരെ ഇങ്ങനെ രസമുള്ള ശബ്ദത്തിൽ പറയുക ചെയ്തുള്ള ഒരാളാണ്. മിമിക്രിയിൽ അദ്ദേഹത്തോടൊപ്പം വളരെ ദീർഘകാലം പ്രവർത്തിക്കുകയും സ്വന്തം സഹചാരിയായിരിക്കുകയും ഒരുപാട് ആശയവിനിമയം ചെയ്യുകയും നല്ല സൗഹൃദം കാത്തു സൂക്ഷിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ് ഇനി ഓർമ്മയിലെന്നും NF വർഗീസ് എന്ന ഈ ലക്കത്തിലേക്ക് കടന്നു വരുന്നത്. നിരവധി സിനിമകളിലൂടെ, ഓഡിയോ കാസറ്റുകളിലൂടെ, ടെലിവിഷൻ പരിപാടികളിലൂടെ, മറ്റ് കഥാപാത്രങ്ങൾക്ക് ഡബ് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലൂടെയും എല്ലാം നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കലാകാരൻ സ്നാനം ചെയ്യുന്നു. ഓർമ്മയിലെന്നും NF വർഗീസ് എന്ന ഈ ലക്കത്തിലേക്ക് പ്രിയപ്പെട്ട രമേശ് കുറുമശ്ശേരി. ഞങ്ങളിപ്പം ജനാർദ്ദൻ ചേട്ടൻ സിനിമാ സൗഹൃദം, ബെന്നിച്ചേട്ടൻ സിനിമാ സൗഹൃദം പറഞ്ഞു, നാടകകാലത്തെ കാര്യങ്ങൾ പറഞ്ഞു. നാടകത്തിൽ നിന്ന് മിമിക്രിയിൽ വരുന്ന കാലം തൊട്ട് രമേശ് ചേട്ടൻ കൂടെ ഉണ്ട്. ഹരിശ്രീയിലല്ലേ? ഹരിശ്രീയിൽ എത്ര നാളുണ്ടായിരുന്നു നിങ്ങൾ? 8 വർഷം. എനിക്ക് വർഗീസ് ചേട്ടൻ എന്ന നടൻ എന്ന ഇതിനേക്കാൾ ഉപരി ആ വ്യക്തിയെയാണ് എനിക്ക് ആരാധന. ഒരു ചില്ലുകൂട്ടിൽ വെക്കാവുന്ന ഒരു വ്യക്തിത്വമാണ്. നമ്മൾ ലോകത്തിൽ എന്തിനെ കുറിച്ചൊരു സംശയം വർഗീസിനോട് ചോദിച്ചാൽ കൃത്യമായിട്ട് ഒരു മറുപടി ഉണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഗോഡ് ഫാദറാണ്, എൻ്റെ ഒരു വെൽവിഷറാണ്. ഞങ്ങൾ 8 വർഷം മെറ്റഡോർ ടെമ്പോ വാനിലായിരുന്നു അന്ന് മിമിക്രിക്ക് പോകാം. അപ്പോൾ ഒരുപാട് കഥകൾ, ഒരേ സീറ്റിലിരുന്ന് യാത്ര ചെയ്തിട്ടുള്ള ആളുകളാണ്. ഒരുപാട് അനുഭവങ്ങൾ ഇങ്ങനെ പറയും. ഞാൻ ആദ്യമായിട്ട് കാണുന്നത് 79-80 കാലഘട്ടത്തിൽ ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ഹാസ്യകലാ പരിപാടി ആദ്യമായിട്ട് ഞങ്ങളുടെ കുറുമശ്ശേരി SNDP സ്കൂളിൽ അദ്ദേഹത്തിൻ്റെ ഹാസ്യകലാ പ്രകടനം. പിന്നെ ഞാൻ 82 ശങ്കര കോളേജിൽ പഠിക്കുമ്പോൾ സ്റ്റാലിയൻസ് ഇൻ്റർനാഷണലിൻ്റെ കൊച്ചി ചാപ്റ്ററിൻ്റെ കോമ്പറ്റീഷൻ അദ്ദേഹം എന്നെ ജഡ്ജായിട്ടിരുന്നു. അന്നാണ് ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കാണുന്നത്. പിന്നീട് ആ സൗഹൃദം വലിയൊരു സൗഹൃദമായി. എന്നെ ഹരിശ്രീയിലേക്ക് എനിക്കുള്ള പാത തുറന്നത് അദ്ദേഹമാണ്. അല്ല, ഈ ട്രൂപ്പിലൊക്കെ അന്നേരം എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ അനൗൺസ് ചെയ്യാൻ വേണ്ടി മാത്രം ഒരാളെ കൊണ്ടുനടക്കാൻ പറ്റുമല്ലോ. എങ്ങനെയായിരുന്നു, എന്തൊക്കെ ചെയ്യുമായിരുന്നു? അതൊന്നല്ല, ജനം ഇങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായിട്ട് ഇരച്ചു മൂളി നിൽക്കുകയാണെങ്കിലും ആ സ്പീക്കറിൽ കൂടെ സഹൃദരായ കലാസ്നേഹികളെ എന്ന് വർഗീസേട്ടൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് കേട്ട് കഴിഞ്ഞാൽ പിന്നെ പിൻ ഡ്രോപ്പ് സൈലൻ്റ്. ഞങ്ങൾ രാജേന്ദ്ര മൈതാനത്തൊക്കെ, എറണാകുളത്തെ രാജേന്ദ്ര മൈതാനമൊക്കെ വർഷങ്ങളോളം ഒരേ പരിപാടി നടത്തി ഈ ജനം, കാണുന്ന ജനം തന്നെ വീണ്ടും വരും, വീണ്ടും വന്നിരുന്ന് കണ്ട് കൈയടിച്ചു പോകുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. എനിക്കൊന്ന് NF ഡബ്ബിങ് മറ്റ് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ കുലപതി എന്ന് പറഞ്ഞ പടത്തില് മറ്റേ രാധാരവി എന്ന് പറയുന്ന നടന്ന വിയറ്റ്നാം കോളനിയില് റാവുത്തർ NF ശബ്ദം കൊടുത്തതെന്നാണ് എൻ്റെ അറിവ്. രഥോത്സവം എന്ന് പറയുന്ന ചിത്രത്തിൽ സ്പടിയൻ ജോർജ് ചേട്ടന് NF ശബ്ദം കൊടുത്തിട്ടുള്ളത്. അങ്ങനെ വേറെ കഥ, ഇത്രയും തിരിച്ചറിയുന്ന ശബ്ദമായിട്ടും വേറെ പല കഥാപാത്രങ്ങൾക്കും ശബ്ദം. അഭിനയം എന്ന് പറഞ്ഞൊരു ആവേശമായിരുന്നു. അഭിനയിച്ച് അങ്ങോട്ട് കുത്തിത്തിരില്ല കഥാപാത്രങ്ങൾ ചെയ്ത്. അപ്പോൾ സിനിമയിലേക്ക് നല്ല വേഷങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത് വരും. ആകാശദൂതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടും ഞങ്ങളുടെ ഒപ്പം മിമിക്രിയിൽ വന്നിരുന്നു. ആകാശദൂത് കഴിഞ്ഞിട്ടും വന്നിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അഭിനയിച്ച് കാണിച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്തടാ, ഇങ്ങനെ ചെയ്തടാ, അത് ഗംഭീരമായി. തിയേറ്ററിൽ അത് ചോദിക്കും, പിന്നെ ആരടാന്ന് ചോദിക്കും. അങ്ങനെ ഭയങ്കര ഒരു ആവേശമായിരുന്നു അത്. അതെത്ര ലാസ്റ്റ് ഞങ്ങൾ അദ്ദേഹം ഈ പാർട്ടിയുടെ ഒരു പരിപാടിക്ക് നമ്മുടെ രാമവർമ്മ ഗ്രൗണ്ടിൽ ഒരു പ്രസംഗം നടത്തി. ദൈവം ഒരു പൈസ നേർച്ചിട്ടാൽ നമ്മളെ നോക്കാത്ത ദൈവം എന്ത് ദൈവമാണെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഞങ്ങളൊരു ഉദ്ഘാടനത്തിൽ ഒരുമിച്ച് പോകുമ്പോൾ ഞാനിങ്ങനെ പറഞ്ഞടാ, അത് ഗംഭീരമായിട്ട് നല്ല ഉഗ്രം പ്രസംഗമായിരുന്നു. അങ്ങനെ എന്ത് ചെയ്താലും നമ്മളോട് അതിൻ്റെ ഒരു ഇത് പറയും, അതിൻ്റെ ഒരു ആവേശത്തോടു കൂടി പറയും, ഒരു കൊച്ചുകുട്ടിയുടെ ലാഘവത്തോടു കൂടി അദ്ദേഹം പറയും.